നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതി വിധി പുറത്തു വന്നു. പ്രതികൾക്ക് ശിക്ഷയും പ്രഖ്യാപിച്ചു. പക്ഷേ ദിലീപിനെ ശിക്ഷിക്കാതിരുന്നുകൊണ്ട് തന്നെ വീണ്ടും ദിലീപിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വലിയ നീക്കങ്ങൾ കേരളത്തിൽ നടക്കുന്നു. അതായത് നിലവിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയും ഈ തെരഞ്ഞെടുപ്പിൽ LDFന് കനത്ത പരാജയം ഉണ്ടാകുകയും ചെയ്തു. ഈ പരാജയത്തിന്റെ വാർത്ത UDFനുണ്ടായ ഒരു മികച്ച മുന്നേറ്റം, BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തത്, ഇതൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടരുത്. അങ്ങനെ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി വീണ്ടും കേസിൻ്റെ കാര്യങ്ങൾ മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആരോ കൃത്യമായിട്ട് അജണ്ട സെറ്റ് ചെയ്യുന്നു. അതായത് അതിജീവിത താൻ അനുഭവിച്ച വിഷമങ്ങൾ എന്ന പേരിൽ ഒരു കത്ത് പുറത്തേക്ക് വിടുന്നു. മാധ്യമങ്ങൾ അത് വലിയ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നു. വീണ്ടും ഈ അതിജീവിതയുടെ പ്രസ്താവനയിലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്കും ചിലപ്പോൾ വിഷമമൊക്കെ ഉണ്ടാകാം. അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, അതിൽ കുറ്റക്കാരാരായാലും ശിക്ഷിക്കപ്പെടണം. ഇതിനകത്ത് പറയുന്ന മാഡം എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ലല്ലോ എന്ന് പൊതുജനങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട്. കോടതി ഇക്കാര്യം ചോദിക്കുകയും ചെയ്തു. ഈ മാഡം ആരാണ്, അവരെക്കുറിച്ച് എന്താണ് കൂടുതൽ പരാമർശിക്കാത്തത്? അവരുടെ സ്വകാര്യ വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാനാണ് അതിൻ്റെ കാര്യങ്ങളൊന്നും പുറത്തു വരാത്തതെന്നാണ് ഇപ്പോൾ അറിയുന്നത്. പക്ഷേ ദിലീപ് അല്ല കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആസൂത്രകനെ പുറത്തു കൊണ്ടുവരണം. അതിനുള്ള നീക്കം നടത്താതെ വീണ്ടും ദിലീപിനെ പ്രതിസ്ഥാനത്ത് നിർത്താനായിട്ട് ചില നീക്കങ്ങൾ നടത്തുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്ക് ഒരു ബസ്, KSRTCയുടെ ബസ്സാണെന്ന് തോന്നും, ഇതിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ പൊട്ടിത്തെറിക്കുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട്. ഒത്തിരി പേരുണ്ടാവും ഇവിടുത്തെ വിഷയം എന്താ, ഈ സിനിമ ഇതിനകത്ത് കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞുള്ളൂ. തിരുവനന്തപുരത്ത് നിന്ന് പത്തനംതിട്ടയിലേക്കുള്ള ബസ്സിൽ ഇവർ കയറുന്നു. കുടുംബസമേതമാണ്. ആ ബസ്സിൽ സ്വാഭാവികമായിട്ടും 2.5-3 മണിക്കൂർ യാത്രാ ദൈർഘ്യമുണ്ട്. ബസ്സിൽ ഒരു സിനിമ ഇടുന്നു. ആ സിനിമ ദിലീപ് അഭിനയിച്ച ചിത്രത്തിലാണ്. ഒപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ സ്ത്രീയുടെ മകൻ പറയുന്നു, അമ്മേ ഈ വഷളന്റെ ചിത്രം നമുക്ക് വീണ്ടും കാണേണ്ടി വരുന്നല്ലോ. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ദിലീപിനെ വഷളനൊക്കെ എന്ന് വിളിച്ചു എന്ന് പറയുമ്പോൾ സാമാന്യ യുക്തിക്ക് അത് നിരക്കുന്നതാണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം. എന്തോ ആയിക്കോട്ടെ, അവർ പറഞ്ഞു കണ്ടക്ടറോട് ഈ സിനിമ ഓഫ് ചെയ്യണം. അപ്പം കണ്ടക്ടർ അതിനെ മൈൻഡ് ചെയ്തില്ല. പിന്നീട് അവർ പറഞ്ഞു എനിക്ക് അടൂർ വരെ പോകണ്ട, എനിക്ക് തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ടിക്കറ്റ് നൽകണം. കണ്ടക്ടർ അതും കേൾക്കാൻ തയ്യാറായി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ മറ്റ് സ്ത്രീകളുടെയൊക്കെ അഭിപ്രായം സമന്വയിച്ചു. അങ്ങനെ 99% സ്ത്രീകളും പറഞ്ഞു ഞങ്ങൾക്ക് ഈ ദിലീപ് എന്ന് പറഞ്ഞ വഷളന്റെ ചിത്രം കാണണ്ട എന്ന് പറഞ്ഞതിനെ തുടർന്ന് ആ സിനിമ ബസ്സിൽ ഓഫ് ചെയ്യുകയാണ്. ചില പുരുഷന്മാർ അതിനോട് പ്രതികരിച്ചു, ദിലീപിനെ വെറുതെ വിട്ടതല്ലേ, കോടതിയുടെ വിധിയില്ലേ. ഉടനെ ഈ സ്ത്രീ പൊട്ടിത്തെറിക്കുന്നുണ്ട്, അത് ആ കോടതി വിധി അംഗീകരിക്കുന്നില്ല, ഇതിന് മുകളിലും കോടതി ഉണ്ടല്ലോ, ഒരു കോടതി വിധി വന്നെന്നും പറഞ്ഞാൽ എന്താ കാര്യം? അപ്പോൾ കോടതിയൊക്കെ ഇങ്ങനെ പരസ്യമായി വെല്ലുവിളിക്കാനും മാത്രം ധൈര്യം എങ്ങനെ ഇവരിലേക്ക് എത്തുന്നു? ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ളവർ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നിട്ട് ഘോരം പ്രസംഗിക്കുന്നു, ഈ ദിലീപിനെ വെറുതെ വിട്ട നടപടി ശരിയല്ല. അതിജീവിത തൻ്റെ കത്തിൽ പറയുന്നു 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചപ്പോൾ തന്നെ തന്നോട് പറഞ്ഞു ഈ കോടതിയിൽ നിന്ന് നീതി കിട്ടില്ല. അങ്ങനെ തുടർച്ചയായിട്ട് പ്രമുഖ വ്യക്തികൾ, നമുക്കറിയപ്പെടാത്ത ആൾക്കാർ, സാധാരണക്കാരൊക്കെ തന്നെ ദിലീപിനെതിരെ എന്ന രീതിയിൽ കോടതി അലക്ഷ്യ നടപടികളാണ് സ്വീകരിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്ത വരാം, ഏതൊരു കേസിലായാലും കോടതി ഒരു ശിക്ഷാവിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്മേൽ വലിയ ചർച്ചയില്ല, കോടതിയെ വിമർശിക്കുന്നതൊക്കെ കേട്ടുകേൾവിയില്ല. സാധാരണയിൽ ചെറിയ വിമർശനങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതങ്ങനെയല്ല. ഇതൊരു മാസമായിട്ടുള്ള ആക്രമണം നടത്തുന്നുണ്ട്. ഇവിടെ എറണാകുളത്തപ്പൻ ക്ഷേത്രം എന്ന് പറയുന്ന അമ്പലത്തിൽ ഉത്സവ പരിപാടി നടത്താൻ പോകുന്നു. അതിന് മുന്നോടിയായിട്ടുള്ള രസീതിൻ്റെ വിൽപ്പന, ഉദ്ഘാടനമോ അങ്ങനെ മറ്റു പരിപാടിക്ക് വേണ്ടി ദിലീപിനെ ക്ഷണിക്കുന്നു. ഇത് ക്ഷണിച്ചു എന്നുള്ളത് ക്ഷേത്ര ഉപദേശക സമിതി അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടുന്നു. കുറേ പേർ എതിർപ്പുമായി രംഗത്ത് വന്നു. ശരി, ദിലീപിനെ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ നിന്ന് ദിലീപിനെ പിൻവലിക്കുന്നു. ദിലീപ് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് ദിലീപിനെ ആക്രമിക്കാനായിട്ട് എവിടെ നിന്നോ ഒരു അജണ്ട സെറ്റ് ചെയ്യപ്പെടുന്നു, അത് കൃത്യമായിട്ട് നടപ്പാക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചർച്ചയിലേക്ക് വരുന്നില്ല. ഇവിടെ ഈ സ്ത്രീ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ദിലീപിൻ്റെ ചിത്രം ആ ബസ്സിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവരുടെ വീട്ടിലെ ടെലിവിഷനിലോ മൊബൈലിലോ ഒന്നും ദിലീപിൻ്റെ ചിത്രം വരാൻ പാടില്ല. ഇനി ഇവർ സഞ്ചരിക്കുന്ന ഒരു ബസ്സിൽ നാളെ ദിലീപ് വഴിയിൽ നിന്ന് കയറിയാൽ ഉടൻ ഇവർ ഇറങ്ങിപ്പോകും. അതല്ല, ഇവർ ദിലീപ് ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷമാണ് ഇനി ബസ്സിൽ യാത്ര ചെയ്യാം. അപ്പോൾ ഇതൊക്കെ പറയുന്നത് ബാലിശമായ കാരണങ്ങളാണെന്ന് നമുക്ക് തോന്നാമെങ്കിലും ഇത് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻഡ് ഓപ്പറേഷനാണ്. അതായത് ദിലീപ് വിഷയം വീണ്ടും പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരിക, നടിക്ക് നീതി കിട്ടിയില്ല എന്ന തരത്തിൽ വേറൊരു മേഖലയിൽ മഞ്ജു വാര്യരും ഭാഗ്യലക്ഷ്മിയും ഉൾപ്പെടെയുള്ള കുറേ പേരെ കൊണ്ട് ചർച്ച ചെയ്യിക്കുക. അപ്പോൾ ഈ LDFൻ്റെ ഭരണപരാജയം ഇവിടെ മറക്കപ്പെടും. 10 വർഷമായിട്ട് കേരളം ഭരിക്കുന്ന സർക്കാരിൻ്റെ നയവൈകല്യങ്ങൾ കൊണ്ട് ജനങ്ങൾ മടുത്തു. മാത്രമല്ല, ശബരിമലയിലെ സ്വർണ്ണപ്പാളി കവർച്ചയിൽ CPM നേതാക്കൾക്ക് വലിയ പങ്കുണ്ടെന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി അവരുടെ പരമ്പരാഗതമായ വോട്ട് ബെൽറ്റായ ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസികളുടെ വോട്ട് നഷ്ടപ്പെടുന്നു. ഇവർ സ്വാഭാവികമായും UDFന് വോട്ട് ചെയ്തു. അതുകൊണ്ടാണ്
UDFന് വലിയ മുന്നേറ്റമുണ്ടായത്. UDFിൻ്റെ പ്രവർത്തന മികവ് കൊണ്ടല്ല ഒരിക്കലും അവർക്ക് മികച്ച വിജയം ലഭിക്കുന്നതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ജനങ്ങൾ വെള്ളിത്താലത്തിൽ എന്ന വണ്ണം വിജയം അവർക്ക് സമർപ്പിക്കുകയാണ്. ഇവിടെ BJP തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തു. തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷൻ ഞങ്ങൾ ഭരിക്കുമെന്ന് BJPയുടെ എത്രയോ കാലത്തെ അജണ്ടയാണ്. കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചനുസരിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഒരു കോർപ്പറേഷനെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് താഴെ തട്ടിൽ നിന്ന് പ്രവർത്തനം കൊണ്ടുവരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ BJPക്ക് വിജയിക്കാൻ സാധിച്ചു. അവിടുത്തെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു, ചില ആളുകൾക്ക് സീറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ വലിയ പ്രശ്നമുണ്ടാക്കി. ഈ രീതിയിലൊക്കെ കിംവദന്തി ഉണ്ടാക്കാൻ ശ്രമിച്ചു, നടന്നില്ല. എന്തിന്? സ്വർണ്ണപ്പാളി വിവാദത്തെ മറക്കാനായിട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഒളിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നത്. UDFന് അത് വലിയ ഡാമേജ് ഒക്കെ സൃഷ്ടിച്ചു. പക്ഷേ UDF രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതോടുകൂടി ആ അധ്യായം മുന്നോട്ട് പോയില്ല. മാത്രമല്ല UDFന് വലിയ വിജയവും കിട്ടി. അപ്പം LDF നടത്തുന്ന നീക്കങ്ങളൊക്കെ അമ്പേ പരാജയപ്പെടുന്നു. കാരണം എന്താ? നമുക്കറിയാം, തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മികച്ച വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി പാർട്ടി പ്രവർത്തകർ അല്ലെങ്കിൽ പോലും അവരെ ഇലക്ഷന് മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണം പിടിച്ചെടുക്കുകയാണ് ഒരു 10-15 വർഷമായിട്ട് CPM ചെയ്യുന്ന അജണ്ട. പക്ഷെ അത് ഇത്തവണ പരാജയപ്പെടുന്നു. ഇത് മുന്നോട്ട് പോയില്ല. യങ്സ്റ്റേഴ്സ് കൂടുതൽ BJP എന്ന് പറയുന്ന പാർട്ടിയിലേക്ക് അടുക്കുന്നു. നമുക്കറിയാം, ഇപ്പോൾ റഫേൽ യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ട റഡാർ നിർമ്മിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ സ്റ്റാർട്ടപ്പാണ്. ഇന്ത്യക്ക് വേണ്ടി യുദ്ധക്കപ്പൽ നിർമ്മിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക സഹായം നൽകുന്നത് കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളാണ്. അങ്ങനെ രാജ്യത്തുടനീളം യങ്സ്റ്റേഴ്സിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നൽകുന്ന സ്റ്റാർട്ടപ്പുകൾ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, ആത്മനിർഭർ ഭാരത് തുടങ്ങിയവയിലൂടെ വികസിപ്പിക്കാൻ രാജ്യം ഭരിക്കുന്നവർക്ക് സാധിക്കുന്നു. അവർക്ക് ഈ ഇടതുമുന്നണിയുടെ അഴിമതി നിറഞ്ഞ, അഴിമതിയുടെ കറ പുരണ്ട ഈ രാഷ്ട്രീയത്തോട് താല്പര്യമില്ല. അതിൽ കുറേ പേർ വോട്ട് ചെയ്യുന്നില്ല, കുറേ പേർ BJPക്ക് വോട്ട് ചെയ്യുന്നു. ഇങ്ങനെ വോട്ട് ചെയ്താൽ ഭാവിയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP കേരളത്തിൽ ഒരു വലിയ ശക്തിയായിട്ട് വളരും. ഇപ്പം നിലവിൽ BJPയുടെ അജണ്ട തന്നെ CPM ഒരിക്കൽ കൂടി കേരളം ഭരിച്ചോട്ടെ എന്നാണ്. അതായത് പിണറായി 3.0 അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി വരുമെന്നാണ് CPM വളരെ വലിയ പ്രചാരം കൊടുത്തിരുന്നത്. അത് വന്നോട്ടെ എന്നും BJP കരുതുന്നു. കാരണം 10 വർഷത്തെ ഭരണം കൊണ്ട് ജനങ്ങൾ ആ പാർട്ടിയെ വെറുത്തു. ഒരു ടേം കൂടി വന്നാൽ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന CPM എന്ന പാർട്ടി ത്രിപുരയിലും ബംഗാളിലും സംഭവിച്ചതുപോലെ ജീർണാവസ്ഥയിലേക്ക് വീഴും. അങ്ങനെ വന്നാൽ ഒരു പക്ഷേ BJPക്ക് പ്രതിപക്ഷ സ്ഥാനത്തേക്ക് വരാം. അവിടെ നിന്ന് പതിയെ ആ സംസ്ഥാനം ഭരിക്കുന്ന നേതൃനിരയിലേക്ക് എത്താം. ഇത് 10-15 വർഷം എടുത്തിട്ടായിരിക്കും സംഭവിക്കുക. അത്ര ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന പാർട്ടിയാണ് BJP. ഇത് CPM ഇപ്പം നന്നായിട്ട് തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങൾ അല്ലെങ്കിൽ BJP നടത്തുന്ന തന്ത്രപരമായ ഈ നയതന്ത്ര നീക്കങ്ങൾ, സൈനിക പ്രതിരോധ നീക്കങ്ങൾ, ഇതൊന്നും തന്നെ ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല. വീണ്ടും ദിലീപ് കേസിനെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരണം. അവിടെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല, അതിജീവിത ഇങ്ങനെ ഒറ്റപ്പെട്ടു. ഇവിടെ മാഡം എന്ന് പറയുന്ന വ്യക്തി ആരാണ്? മാഡത്തെക്കുറിച്ചുള്ള അന്വേഷണം അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ജനങ്ങളുടെ ചിന്ത അതിലേക്ക് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ അതിനെ ചർച്ച ചെയ്യാൻ താല്പര്യമുള്ള ഒരു സമൂഹം കേരളത്തിലുണ്ടെന്ന് കൃത്യമായിട്ട് LDFന് അല്ലെങ്കിൽ CPMന് തിരിച്ചറിയാം. അതുകൊണ്ടാണ് ബസ്സിൽ ദിലീപിനെതിരായിട്ടുള്ള ചിത്രമിട്ടു എന്ന് പറഞ്ഞ പ്രശ്നമുണ്ടാക്കുന്നു. ഇപ്പുറത്തെ ദിലീപ് ഒരു ക്ഷേത്രത്തിലെ പരിപാടിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കുന്നു. ചുരുക്കത്തിൽ ദിലീപ് എന്ന് പറയുന്ന ടാർഗറ്റിനെ വീണ്ടും ജനമധ്യത്തിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു. ഇവിടെ അതിജീവിതയ്ക്ക് നീതി കിട്ടിയോ എന്ന് പറയേണ്ടത് അതിജീവിത തന്നെയാണ്. അതിൽ ദിലീപാണ് ആസൂത്രണം ചെയ്തെങ്കിൽ കോടതി ശിക്ഷിക്കണമായിരുന്നു. ഇനി അതല്ല, മേൽക്കോടതിയിലേക്ക് ഇത് പോവും. അങ്ങനെ പോവുകയാണെങ്കിൽ ഏതാണ്ട് ഹൈക്കോടതിയുടെ മൂക്കിൻ തുമ്പിലേക്ക് എത്തി നിൽക്കുന്ന ഒരു കേസിൽ അതിജീവിതയും ഭാഗ്യലക്ഷ്മിയെ പോലെയുള്ള ചാനൽ ജഡ്ജിമാരും ഒക്കെ നടത്തുന്നത് വളരെ വില കുറഞ്ഞ, കോടതിയെ അപഹസിക്കുന്ന പ്രസ്താവനകളാണ്. ഈ പ്രവണത പൊതുജനങ്ങൾ ഏറ്റെടുക്കുന്നു. എന്നിട്ട് കോടതിയെ പൊതുജന മധ്യത്തിൽ വിമർശിക്കുന്നു. ഇതൊരു ശരിയായ നടപടിയല്ല. കോടതി അലക്ഷ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന നീക്കങ്ങളാണിത്. ഒരുപക്ഷെ കോടതി തന്നെ സർക്കാരിനോട് നിർദ്ദേശം നൽകിയാൽ ഇത്തരത്തിൽ പൊതുസമൂഹത്തിൽ വിമർശനം നടത്തുന്ന, കോടതിയെ അപഹസിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടായേക്കാം. അപ്പോൾ ദിലീപിനെ വീണ്ടും ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി LDFൻ്റെ ഭരണപരാജയത്തെ മറച്ചു വെക്കാനായിട്ട് കൃത്യമായ അജണ്ടയോടെ പ്രവർത്തിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം: നമ്മുടെ നീതിന്യായ വ്യവസ്ഥകൾ എല്ലാ കാര്യങ്ങളും കൃത്യമായി വീക്ഷിക്കുന്നുണ്ട്. കോടതി അലക്ഷ്യ നടപടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ അവർക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഒരു കോടതിയുടെ വിധി വന്നാൽ ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഇത് താഴെത്തട്ടിലെ കോടതിയാണെന്ന് പുച്ഛിക്കുന്ന ചില ആളുകളുണ്ടെങ്കിൽ അവർക്ക് കർശനമായ നിയമ നടപടികൾ ഉണ്ടാകുമ്പോൾ പാഠങ്ങൾ പഠിക്കാൻ സാധിക്കും. അത്തരം ഒരു നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കോടതിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉടൻ ഉണ്ടാകുമെന്നതിൻ്റെ ചില സൂചനകൾ പുറത്തു വരുന്നു.
അതുകൊണ്ട് കൂടിയാണ് പരമാവധി ദിലീപുമായി ബന്ധപ്പെട്ട നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയിൽ വരുത്താൻ വേണ്ടി ഇടതുമുന്നണി ശ്രമിക്കുന്നത്. അവിടെ ഇടതുമുന്നണിയുടെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയം, UDFിൻ്റെയും BJPയുടെയും കടന്നുകയറ്റം, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടരുത്. ഇതാണ് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് കോടതിയെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന നിലപാടെടുക്കുന്നവർക്ക് വമ്പൻ പണിയാണ് വരാൻ പോകുന്നതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.